360 ഹാർട്ട് കെയർ പ്ലാൻ. അത് നമ്മളിവിടെ ഇംപ്ലിമെന്റ് ചെയ്തിട്ട് ഇപ്പോൾ കുറച്ചായി വരുന്നു. എല്ലാവരും അത് ചോദിക്കുന്നുണ്ട്, എന്താണ് 360 ഹാർട്ട് കെയർ എന്നുള്ളത്. എക്സാക്ട്ലി. ഈ 360 എന്ന് പറഞ്ഞാൽ നമ്മളൊരു ക്ലോക്ക് നോക്കുകയാണെങ്കിൽ അതിൻ്റെ ആംഗിൾ നോക്കുന്നത് ഫ്രം 12 ടു അടുത്ത 12 വരെ 360 ഉണ്ട്. അപ്പം വാട്ട് ഈസ് എക്സ്പെക്റ്റഡ്, ഒരു പേഷ്യൻ്റ് ആസ്റ്റർ മെഡ്സിറ്റിയിലോട്ട് കയറി വന്നാൽ ഫുൾ 360 ട്രീറ്റ്മെൻറ്റും നമുക്കുണ്ട്. ഈ ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തോട്ടൊന്നും ഒരു പേഷ്യൻറ്റിനെ വേറൊരു ഫെസിലിറ്റിക്ക് വേണ്ടി അയക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ കാർഡിയോളജി ആണ് ജനറൽ കാർഡിയോളജി, ഇൻ്റർവെൻഷണൽ കാർഡിയോളജി എന്ന് പറഞ്ഞാൽ ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞിട്ട് നമ്മൾ സ്റ്റെൻഡ് ഇടുന്നതും ഇതെല്ലാം ഇൻ്റർവെൻഷണൽ കാർഡിയോളജിയിൽ വരും. പിന്നുള്ളത് സ്ട്രക്ചറൽ ഹാർട്ട് ഡിസീസ്. വാൽവ്സിന് ഇപ്പം പണ്ടൊക്കെ സർജറി മാത്രമേ ഉള്ളായിരുന്നല്ലോ, ഇപ്പോൾ സർജറി ഇല്ലാതെ വാൽവ് മാറ്റിവെക്കാൻ പറ്റും, ടാവി എന്ന് പറയും. അപ്പോൾ സ്ട്രക്ചറൽ ഹാർട്ട് ഡിസീസിൻ്റെ ടീമുണ്ട്. ഹാർട്ട് റിതം അബ്നോർമാലിറ്റി, നമ്മൾ നെവർ മിസ് എ ബീറ്റ് എന്ന് പറഞ്ഞപ്പോൾ ചിലർക്ക് ഹാർട്ട് ബീറ്റ് മിസ്സാവുന്നുണ്ട്, ചിലർക്ക് സ്ലോ ഹാർട്ട് ബീറ്റ് വരുന്നുണ്ട്. അതിനുള്ള സ്പെഷ്യാലിറ്റിയാണ് കാർഡിയക് ഇലക്ട്രോഫിസിയോളജി. ഇലക്ട്രോഫിസിയോളജിയിൽ എന്തെങ്കിലും അരിത്മിയ ഇറഗുലാരിറ്റി ഉണ്ടെങ്കിൽ അത് ട്രീറ്റ് ചെയ്യാനുള്ള ടീം വേറെ ഉണ്ട്. പീഡിയാട്രിക് ആൻഡ് കൺജനറ്റൽ ഹാർട്ട് ഡിസീസ്, ജനിക്കുമ്പോൾ ഉള്ള ഹാർട്ട് ഡിസീസ്, ജന്മന ഹോൾ ഉള്ളവരുണ്ട്, അതിനുള്ള ടീം സെപ്പറേറ്റ് ഉണ്ട്. പിന്നെ കാർഡിയക് സർജറി, നെക്ക് ടു ലെഗ്സ്, ഹോൾ ബോഡിയിൽ എന്തെങ്കിലും ബ്ലഡ് വെസൽ അസുഖം ഉണ്ടെങ്കിൽ ട്രീറ്റ് ചെയ്യാനുള്ള സർജൻസ് ഉണ്ട്. അതുപോലെ ഹാർട്ടിൽ ഓപ്പൺ ഹാർട്ട് സർജറി, ബീറ്റിംഗ് ഹാർട്ട് സർജറി, അതിൻ്റെ നെക്സ്റ്റ് ആണ് ഈ റോബോട്ടിക് ഹാർട്ട് സർജറി. അപ്പം അതും അവൈലബിൾ ആണ്. അപ്പം ഇതിൻ്റെ കൂടെ പീഡിയാട്രിക് കാർഡിയക് സർജറി ഈസ് അവൈലബിൾ. ആസ്റ്റർ വുമൺസ് ഹാർട്ട് സെൻറ്റർ ഉണ്ട്. ആസ്റ്റർ ഷോക്ക് ടീമുണ്ട്. ഒരാളുടെ ബ്ലഡ് പ്രഷർ കുറഞ്ഞു പോയി എങ്ങും ഡീൽ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവന്ന ഷോക്ക് ടീം വിൽ ടേക്ക് കെയർ ഓഫ് ദ ബ്ലഡ് പ്രഷർ ബൈ പുട്ടിങ് ആൻ ഇൻട്രായോട്ടിക് ബലൂൺ പമ്പ്. എക്മോ, ഹാർട്ട് ബീറ്റ് നിന്ന് പോയ ആൾക്ക് ഹാർട്ട് ബീറ്റ് തിരിച്ചു കൊണ്ടുവന്ന് പമ്പിങ്ങും സർക്കുലേഷനും വെന്റിലേഷനും എല്ലാം കൊടുക്കാവുന്നതാണ് എക്മോ. അതുകൊണ്ട് ആൻഡ് അഡ്വാൻസ് ക്രിട്ടിക്കൽ കെയർ യൂണിറ്റ് ഉണ്ട്. അതിൻ്റെ കൂടെ നമുക്ക് ഫെസിലിറ്റീസ് ഉള്ള എല്ലാ കാർഡിയക് ഇമേജിങ്ങും നമ്മുടെ കയ്യിലുണ്ട്. CT സ്കാൻ ആകട്ടെ, കാർഡിയക് MRI ആകട്ടെ. അപ്പോൾ ഇഫ് യു സീ ദ ഹോൾ സ്പെക്ട്രം, നമ്മുടെ ടെക്സ്റ്റ് ബുക്സിലുള്ള കാർഡിയോളജി ടെക്സ്റ്റ് ബുക്സിലുള്ള എല്ലാ ഫെസിലിറ്റിയും ഉള്ളത് കൊണ്ടാണ് ഈ 360 എന്ന് നമ്മൾ കോൺസെപ്റ്റ് തന്നെ കൊടുത്തേക്കുന്നത്. നത്തിങ് ഈസ് മിസ്സിങ് ഇൻ ദ ഹോൾ ഓഫ് ആസ്റ്റർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കാർഡിയക് സയൻസ്.